ഹലോ സ്റ്റുഡൻസ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, +1 +2 ക്ലാസ്സുകളിലും എക്സാമുകളിലും നമുക്ക് കാൽക്കുലേറ്റേഴ്സ് അലൗഡ് ആണ്. മാത്സിൻ്റെ എക്സാമിനേക്കാളും ധാരാളമായിട്ട് നമ്മൾ ഫിസിക്സിൻ്റെ എക്സാമുകളിലും ഫിസിക്സ് ക്ലാസ്സുകളിലും കാൽക്കുലേറ്റർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പലർക്കുമുള്ള ഒരു സംശയമാണ്, ഏതൊക്കെ തരം കാൽക്കുലേറ്ററാണ് നമ്മളെ ഉപയോഗിക്കാൻ അനുവദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത്, ഏതൊക്കെ തരം കാൽക്കുലേറ്റർ ആണ് ഹയർ സെക്കൻഡറി ലെവൽ സ്റ്റുഡൻസ് അഥവാ +1 +2 സ്റ്റുഡൻസിന് അലൗഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. മൂന്നാമത്തെ കാര്യം, കാൽക്കുലേറ്ററിൽ നിങ്ങൾ പൊതുവായി വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ പറ്റി പറയുക. അപ്പോൾ നമുക്കിവ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗം, ഏത് തരത്തിലുള്ള കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. നിങ്ങളിവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഓർഡർ അല്ലെങ്കിൽ DHSC ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിരിക്കുന്ന ഓർഡർ. നോൺ പ്രോഗ്രാമബിൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നോൺ പ്രോഗ്രാമബിൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഏതാണെന്നൊരു ചോദ്യം വരും. അവ ഏതൊക്കെയാണെന്ന് സൈഡിൽ ഞാനൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് നോൺ പ്രോഗ്രാമബിൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് എന്നുള്ള പല ബ്രാൻഡുകളുടെ മോഡലുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോഗ്രാമബിളും നോൺ പ്രോഗ്രാമബിളും എന്താണെന്ന് നിങ്ങളിപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ട. നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് FX82MS എന്ന് പറയുന്ന മോഡലാണ്. FX82MS നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇതാണ് FX82MS-ന്റെ ഫസ്റ്റ് എഡിഷൻ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഈ കാൽക്കുലേറ്റർ ആണ് നമ്മൾ പൊതുവായിട്ടും ഭൂരിഭാഗം ആൾക്കാരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ FX82-ന്റെ സെക്കൻഡ് എഡിഷൻ കാൽക്കുലേറ്റർ വന്നിട്ടുണ്ട്. ഇതാണ് FX82MS-ന്റെ സെക്കൻഡ് എഡിഷൻ കാൽക്കുലേറ്റർ. നിങ്ങൾക്ക് സെക്കൻഡ് എഡിഷനോ ഫസ്റ്റ് എഡിഷനോ ഏത് വേണേലും പ്രിഫർ ചെയ്യാം. നിങ്ങൾ വാച്ച് കടകളിലോ ബുക്ക് സ്റ്റോളുകളിലോ പോയി കഴിഞ്ഞാൽ ഏകദേശം 500 രൂപയ്ക്കോ അതിൽ താഴെയോ ഈ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ബേസിക് ഓപ്പറേഷൻസ് ഓൺ എ കാൽക്കുലേറ്റർ, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിസ്ഥാന ക്രിയകൾ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇനി നോക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി കാൽക്കുലേറ്ററിലെ ബേസിക് ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു FX82MS കാൽക്കുലേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മോഡ് ഇനിഷ്യലൈസ് ചെയ്യുക. ഏത് മോഡലാണെങ്കിലും മോഡ് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. മോഡ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൈ കൊണ്ടോ അല്ലാതെയോ മറ്റോ നിങ്ങളുടെ കാൽക്കുലേറ്റർ മറ്റേതെങ്കിലും ഒരു മോഡിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നോർമൽ മോഡിലേക്ക് കൊണ്ടുവരാനാണ് മോഡ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ മോഡ് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ FX82MS കാൽക്കുലേറ്ററിലാണെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അതിനുശേഷം മോഡിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് MCL, മോഡ്, ഓൾ എന്ന 3 ഓപ്ഷനുകൾ വരും. അതിൻ്റെ താഴെയായിട്ട് ഓരോ നമ്പറുകളും കാണാം. ഇവിടെ നിങ്ങൾ ഓളിൻ്റെ താഴെയുള്ള 3 എന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. അതിനുശേഷം കാൽക്കുലേറ്റർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മോഡ് ഇനിഷ്യലൈസ് ആയി, അതായത് നിങ്ങളുടെ കാൽക്കുലേറ്റർ നോർമൽ മോഡിലേക്ക് വന്നു എന്നാണ് അർത്ഥം. ഇനിയാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കാൽക്കുലേഷൻസ് ചെയ്ത് ആരംഭിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റുകൾക്കുള്ള സാധ്യത വളരെ വലുതാണ്. ഇനി കാൽക്കുലേറ്ററിൽ ബേസിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ ഇവയെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ജനറൽ കാൽക്കുലേറ്ററിൽ, അതായത് 82 കൂടാതെ 85 350 അങ്ങനെ ഏതെങ്കിലും ഒരു കാൽക്കുലേറ്ററിൽ മോഡ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിച്ചേ. നിങ്ങൾ താണ്ട ഈ കാൽക്കുലേറ്റർ ഇപ്പോൾ നോക്കാമെങ്കിൽ ഇവിടെ ക്ലിയർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ക്ലിയർ എന്ന ഓപ്ഷനിൽ നമുക്ക് പ്രസ് ചെയ്യണമെങ്കിൽ 9ന്റെ മുകളിൽ മഞ്ഞ കളറിലാണ് ക്ലിയർ കാണുന്നത്. ഈ മഞ്ഞ കളറിൽ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ 9ൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ, സെറ്റപ്പ്, മെമ്മറി, ഓൾ, ഇവിടെ നിങ്ങൾ 3യിലാണ് ഓൾ വന്നിരിക്കുന്നത്. അപ്പോൾ 3ൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു കൊടുക്കുകയെങ്കിൽ, അതിനുശേഷം കമ്പ്യൂട്ടർ ഓൺ ചെയ്യാമെങ്കിൽ ഏതൊരു കാൽക്കുലേറ്ററിൻ്റെയും മോഡ് ക്ലിയർ ആയെന്നാണ് അർത്ഥം. ബേസിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഒന്ന് പരിശോധിച്ചു. അതാണ്ട് 2 സംഖ്യകൾ, ഇപ്പോൾ 22 + 5 ചെയ്യണമെങ്കിൽ 22 എഴുതുക. അതിനുശേഷം പ്ലസിൽ ക്ലിക്ക് ചെയ്യുക, 5 ഈക്വൽ ടു 27. ഇത്തരത്തിലാണ് ആ നടുക്ക് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ സബ്ട്രാക്ഷനോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇനി എക്സ്പോണൻസ്, ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എക്സ്പോണന്റുകൾ ചെയ്യുന്നത് എത്തരത്തിലാണ്? എക്സ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ വരുന്ന അവസരത്തിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ എഴുതുകയാണ് 5 raised to 2
ഇങ്ങനെ 5 സ്ക്വയർ, അതായത് 5^2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 5 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് 5ൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ എക്സ് സ്ക്വയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന്റെ സ്ഥാനത്താണ് ഇവിടെ 5 വന്നിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ എക്സ് സ്ക്വയറിൽ ഞെക്കി കഴിഞ്ഞാൽ 5 സ്ക്വയർ എന്ന് വന്നു. ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ 25 എന്ന ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ചിലപ്പോൾ നമുക്ക് സ്ക്വയർ മാത്രമായിരിക്കത്തില്ല, നമുക്ക് ചിലപ്പോൾ 5^5 5^10 അതൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കാൽക്കുലേറ്ററിൽ 0യിൽ കൊണ്ടുവരിക. അതിനുശേഷം 5. ഇവിടെ നിങ്ങൾ x⁻² ഒരു ബോക്സ് കാണാൻ സാധിക്കും. FX82 പോലുള്ള കാൽക്കുലേറ്ററുകളിലാണെങ്കിൽ ഇങ്ങനെ ഒരു അപ്വേർഡ് ആരോ ആയിരിക്കും കാണുന്നത്. ആ അപ്വേർഡ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആണെങ്കിൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് 5^5 കാണേണ്ടതെങ്കിൽ നിങ്ങൾ 5ൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 5^5ന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കാമെങ്കിൽ 5 ഈ അപ്വേർഡ് ആരോ പ്രസ് ചെയ്യുക, വീണ്ടും 5 കൊടുക്കുക. അപ്പോൾ നടുക്ക് നിങ്ങൾക്ക് ഒരു അപ്വേർഡ് ആരോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 5^5 ഈസ് ഈക്വൽ ടു 3125 എന്ന് നമുക്ക് ലഭിക്കും. ഇത്തരത്തിലാണ് നമ്മൾ എക്സ്പോണൻസ് ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കുന്നത് എത്തരത്തിലാണെന്ന് ശ്രദ്ധിച്ചോ, നോക്കിയോ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് √5 കണ്ടുപിടിക്കണം, അതായത് 5ന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ നോക്കാമെങ്കിൽ ഒരു റൂട്ടിന്റെ സിമ്പൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണം? ആദ്യമേ ആ റൂട്ടിന്റെ സിമ്പൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം 5 ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾക്ക് √5, ഇതിപ്പോൾ സിസ്റ്റത്തിലായതുകൊണ്ടാണ് √5 എന്ന് തന്നെ കാണിച്ചത്. അതേസമയം നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ √5 എന്ന് ഇവിടെ റൂട്ടിന്റെ സിമ്പൽ ഉണ്ട്, 5 എഴുതാമെങ്കിൽ നിങ്ങൾ √5 ഈക്വൽ ടു നിങ്ങൾക്ക് 2.23606 അങ്ങനെ എക്സെട്രാ ഡിജിറ്റ്സിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ റൂട്ട് ആയിരിക്കത്തില്ല, ചിലപ്പോൾ nth റൂട്ട് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് 4th √5 നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി 4th √5 കാണണമെന്ന് കരുതുക, അതായത് 5ന്റെ 4th റൂട്ട്. അപ്പോൾ നിങ്ങൾ കാണാമെങ്കിൽ ഇവിടെ x⁻² നമ്മൾ നേരത്തെ എടുത്തതാണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു മഞ്ഞ കളറിൽ ഒരു സംഭവം കാണാം. അതാണ് ഈ ക്രിയ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള്. അതെടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കിയേ. നിങ്ങളുടെ FX82 കാൽക്കുലേറ്ററിലാണെങ്കിൽ അത്തരത്തിൽ കാണാം. ഫസ്റ്റ് നിങ്ങൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. ആദ്യമേ കാൽക്കുലേറ്റർ 0യിൽ കൊണ്ടുവരിക, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് 4th റൂട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് 4 അടിക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, 5. ഇതിന്റെ അർത്ഥം 4th √5 എന്നാണ്. ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4th √5 ലഭിക്കും. ഇത്തരത്തിലാണ് എക്സ്പോണൻസുകളുടെ കാര്യം കിടക്കുന്നത്. ഇനി നമുക്ക് ആംഗിളുകളെ പറ്റി ഒന്ന് പരിശോധിക്കാം. ആംഗിളുകൾ ചെയ്യുന്നത് എത്തരത്തിലാണെന്ന് നോക്കിക്കോ. ആംഗിളുകൾ ചെയ്യുമ്പോൾ ആംഗിളുകൾ വരുന്ന ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രധാനമായിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ ആംഗിളുകൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആംഗിളുകൾക്ക് 2 യൂണിറ്റ് നമുക്കറിയാം. ഒന്ന് ഡിഗ്രി, മറ്റൊന്ന് റേഡിയൻ. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിഗ്രിയിലാണോ ആംഗിൾ തന്നിരിക്കുന്നത്, റേഡിയനിലാണോ ആംഗിൾ തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഡിഗ്രിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്ററിന്റെ മോഡ് ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. കാൽക്കുലേറ്ററിന്റെ മോഡ് ഏത് മോഡിലാണ്, ഏത് ആംഗിളിന്റെ മോഡിലാണ് കിടക്കുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിന്റെ മുകൾ വശം ഈ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഏത് മോഡിലാണ് കിടക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാൽക്കുലേറ്ററിന്റെ ആ മുകൾ വശത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ കാൽക്കുലേറ്ററിന്റെ മുകൾ വശത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ D എന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ FX82 കാൽക്കുലേറ്റർ ആണെങ്കിലും ഇവിടെ D എന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഡിയുടെ അർത്ഥം നിങ്ങളുടെ കാൽക്കുലേറ്റർ ഡിഗ്രി മോഡിലാണെന്നാണ്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ റേഡിയൻ മെഷറിലാണ് നൽകുന്നതെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്ററിനെ റേഡിയൻ മോഡിലേക്ക് മാറ്റണം. FX82 കാൽക്കുലേറ്ററിനെ റേഡിയൻ മോഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മോഡ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഒരു തവണയും കൂടെ മോഡ് ക്ലിക്ക് ചെയ്യുക. മോഡ് ഫസ്റ്റ് തവണ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഒരു തവണ കൂടി മോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് മാറ്റേണ്ടത്? ഫസ്റ്റ് മോഡ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒരിക്കൽ കൂടി മോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി, റേഡിയൻ, ഗ്രേഡിയൻ എന്ന 3 ഡിഗ്രിയുടെ യൂണിറ്റുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഗ്രേഡിയൻ നമുക്ക് വേണ്ട. 1 ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രിയിലേക്ക് നിങ്ങളുടെ കാൽക്കുലേറ്ററിന്റെ മോഡ് മാറും. 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയനിലേക്ക് കാൽക്കുലേറ്ററിന്റെ മോഡ് മാറും. ഇവിടെ ഞാൻ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിന്റെ മോഡ് റേഡിയനിലേക്ക് മാറിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് മോഡുകൾ മാറ്റുന്നത്. ഇവിടെ നിങ്ങൾ സൈനും കോസും ടാനും റേഡിയനിലേക്കും ഡിഗ്രിയിലേക്കും മാറ്റി ചെയ്യാൻ സാധിക്കും. സൈനും കോസും ടാനും എന്നാണ്ട് ഇവിടെ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈനും കോസും ടാനിന്റെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സൈൻ 45 ഡിഗ്രി കണ്ടുപിടിക്കണം. സൈൻ 45 ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സൈൻ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യണം. സൈൻ 45 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ 45ന്റെ വില കാണാനായിട്ട് സാധിക്കും. 1/√2 എന്നാണ് സൈൻ 45ന്റെ വില. ഇവിടെ ഇപ്പോൾ √2/2, അതായത് 1/√2 തന്നെയാണ്.
അപ്പോൾ ഇനിയും നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ആവശ്യമായിട്ട് വരുന്നില്ല. ഇൻവേഴ്സ് ഫംഗ്ഷൻ നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അതേ സൈനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് കിട്ടും. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് കിട്ടും. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ടാനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷനും കിട്ടും. അങ്ങനെ ഈ ബട്ടണുകളുടെ മുകളിൽ മഞ്ഞ കാണിച്ചിരിക്കുന്ന എല്ലാം ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം പ്രസ് ചെയ്യേണ്ട കീകളാണ് ആ മഞ്ഞ ഫംഗ്ഷൻ ആക്റ്റീവ് ആകണമെങ്കിൽ. അപ്പോൾ അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ, നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി കാൽക്കുലേറ്ററിൽ പൊതുവായി വരുത്തുന്ന തെറ്റുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്കിനി കാൽക്കുലേറ്ററിൽ പൊതുവായി വരുന്ന മിസ്റ്റേക്കുകളൊന്ന് നോക്കാം. വേണ്ടേ, ഞാനൊരു കണക്ക് എഴുതാം. 5 + 6 × 11 + 2. ഇത് നിങ്ങൾ ഉത്തരം എഴുതുന്ന അവസരത്തിൽ ഇത്തരത്തിലാണ് ഇത് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന എത്രയായിരിക്കും? ഫസ്റ്റ് ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം വരുന്നത്. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ കണക്കിൽ ചോദിച്ചിരിക്കുന്ന ഇത്തരത്തിലായിരിക്കും. 5 + 6 × 11 + 2 എന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യുന്ന എത്തരത്തിലാണെന്നാണ് ഈ സ്ക്രീനിലേക്ക് നോക്കിയോ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾ 5 + 6 × 11 + 2 ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം 73 എന്നാണ് ലഭിക്കുന്നത്. അതേസമയം നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. അത്തരത്തിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 5 + 6 റൈറ്റ് ബ്രാക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, മൾട്ടിപ്ലൈഡ് ബൈ വീണ്ടും ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 11 + 2 റൈറ്റ് ബ്രാക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്തു. അത്തരത്തിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ 143 എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഉത്തരവും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടാത്തതെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഡിവിഷൻ ഒക്കെ വരുന്ന കേസുകളിൽ രണ്ട് സംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ പറയുന്ന അവസരത്തിൽ ഇവിടെ നോക്കിയേ, ഇപ്പോൾ രണ്ട് സംഖ്യകൾ നോക്കിയേ, നിങ്ങളുടെ പറയുകയാണ് 11 + 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് 11നെയും 4നെയും ഒരേ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ 11 + 4 / 2 തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 7.5 എന്ന് ഉത്തരം ലഭിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ 11 + 4 / 2 എന്ന് ഉത്തരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് 4ഉം 2ഉം കൊണ്ട് ഡിവൈഡ് ആയി 11 + 2 എന്നൊരു സ്റ്റെപ്പ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 13 എന്ന് വരും. അവിടെ നിങ്ങളുടെ ഉത്തരം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഈ കാൽക്കുലേറ്റർ കൊണ്ട് FX82 കാൽക്കുലേറ്ററുകൾ കൊണ്ട് തന്നെ ഏകദേശം 200-ൽ പരം ഫംഗ്ഷനുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം പറയാനായിട്ടുള്ള സമയം നമുക്കില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞിരിക്കേണ്ട തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ, അഡ്വാൻസ്ഡ് കാര്യങ്ങളായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.